അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കട്ടയാണ്. കോഴിക്കട്ട വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സ്പെഷ്യൽ എന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ പിന്നീട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ശർക്കര പാനി നന്നായിട്ട് തിളപ്പിക്കും. ഇനിയിപ്പോൾ ശർക്കര പാനി ഇല്ലെങ്കിൽ ശർക്കര പാനിയാക്കി അതൊന്ന് അരിച്ചെടുത്ത് തിളപ്പിക്കുക. തിളച്ച് മറയുന്ന ശർക്കര പാനിയിലേക്ക് ആവശ്യത്തിന്, അതായത് മധുരത്തിൻ്റെ ഒരു ആവശ്യം അനുസരിച്ചിട്ട് തേങ്ങ, അതായത് ഇപ്പോൾ ഇവിടെ ഇട്ടേക്കുന്ന ഒരു മുറി തേങ്ങയാണ്, ഇട്ട് ഇത് വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ ഈ സ്വീറ്റിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി കൊണ്ടുള്ള മാവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഡൗ ഉണ്ടാക്കുക. അതിനായിട്ട് നമുക്ക് 2.5 കപ്പ് അരിപ്പൊടി എടുക്കാം. അതിനുശേഷം സോസ് പാനിൽ എടുത്ത് വെച്ചേക്കുന്ന വെള്ളം കുറച്ച് ഉപ്പിട്ട് തിളപ്പിക്കുക. എന്ന് വെച്ചാൽ ഒരു ശകലം, ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും. അപ്പോൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഡവിന് വേണ്ട പാകത്തിന് ഒഴിച്ച് ഡവ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒന്ന് സോഫ്റ്റൻ ചെയ്യാനായിട്ട് ഒരു ഇച്ചിരി എണ്ണയും നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു ശകലമാണ്, ഒരു സ്പൂൺ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഡവ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു പാകം. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനെ ഉരുട്ടിയിട്ട് ഒരു മൺചട്ടി പോലെ ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ മൺചട്ടി പോലെ ഷേപ്പ് ചെയ്തത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ആ സ്വീറ്റ് മിക്സ്ചർ ആഡ് ചെയ്യലാണ് നെക്സ്റ്റ് പരിപാടി. അപ്പോൾ നമുക്ക് സ്വീറ്റ് മിക്സ്ചർ ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്തിട്ട് നമ്മളത് അടച്ച് ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഒരു ബോൾ പോലെ ആവുന്നവരെയും അത്യാവശ്യം നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് കോഴിക്കട്ടകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സ്പെഷ്യൽ പാത്രത്തിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഈ കാണുന്ന തുളകളുടെ അടിയിൽ, അതായത് ഈ പാത്രത്തിൻ്റെ അടിയിൽ വെള്ളം നിറച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ച് കഴിയുമ്പോഴേക്ക് തുളകളിലൂടെ സ്റ്റീം വരും. എന്നിട്ട് ഇത് നന്നായിട്ട് പുഴുങ്ങിയെടുക്കും. കോഴിക്കട്ട ഇനി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടൻ കോഴിക്കട്ടകളാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊളിച്ച് നോക്കാം ഫസ്റ്റ് തന്നെ, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. നമ്മുടെ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. നല്ല സ്വീറ്റാണിത്, ഭയങ്കര സ്വീറ്റാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇനി ആദ്യം പറഞ്ഞ ഈ സ്വീറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്പെഷ്യൽ ഡേയ്സിലാണ് ഇത് ബേസിക്കലി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കേരള സ്റ്റേറ്റിലുള്ള ക്രിസ്ത്യൻസ് ഇത് ഉണ്ടാക്കുന്നത് ഹോളി വീക്ക്, അതായത് ഗുഡ് ഫ്രൈഡേയുടെ വീക്കിൻ്റെ തുടക്കം, അതായത് ഇന്നാണ് ഓശാന ഞായറാഴ്ച. ആ ഞായറാഴ്ചയുടെ തൊട്ട് മുന്നേ ഉള്ള ശനിയാഴ്ച, ആ ശനിയാഴ്ചയാണ് ഈ സ്വീറ്റ് ഉണ്ടാക്കുന്നത്. അതായത് കോഴിക്കട്ട ശനിയാഴ്ച എന്നാണ് ഈ ശനിയാഴ്ചയ്ക്ക് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഹോളി വീക്കിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് തൊട്ട് മുന്നിലത്തെ ശനിയാഴ്ചയിൽ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ഐറ്റം. അതുപോലെ തന്നെ വിനായക ചതുർത്ഥിക്ക് പല തമിഴ്നാട് ഏരിയാസിൽ ഉണ്ടാക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും.